Good morning. Good morning. എന്ത് പറയുന്നു? എക്സാമിന് എല്ലാവരും പഠിച്ച് റെഡി ആയോ? ഒരു വീഡിയോ ഓൺ ചെയ്തേ. വീഡിയോ ഓൺ ചെയ്ത് എല്ലാവരും. അലൻ ഇതുവരെയുള്ള നോട്ട്സ് കിട്ടിയോ? ചില വിഷയങ്ങളുടെ കിട്ടി, ഇനി കിട്ടാറുണ്ട്. ഹിന്ദിയുടെ കിട്ടിയോ? ഹിന്ദിയുടെ കിട്ടിയില്ല. ഞാൻ എന്താ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്? എനിക്ക് നിന്റെ വാട്സപ്പിൽ നിന്ന് ഒരു ഹായ് അയച്ചെന്ന് ഒരു ലെസൺ ചോദിക്കണം എന്ന് പറഞ്ഞില്ലടാ. മറന്നുപോയോ? ഇപ്പൊ ക്ലാസ് കഴിഞ്ഞ ഉടനെ അയച്ചേരണേ എന്റെ വാട്സപ്പിന്ന്. ഓക്കെ, ഞാൻ അതിന്റെ നോട്ട്സ് അയച്ചുതരാം. എല്ലാവരും പഠിച്ച് നല്ല മക്കളായിട്ട് ഇരിക്കാന്ന് തോന്നല്ലോ അല്ലേ? അടുത്ത ആഴ്ച എക്സാം ആണല്ലേ? ഹിന്ദി എല്ലാം പഠിച്ചോ? എല്ലാരും പഠിച്ചു അല്ലേ? നല്ല മക്കളാണ്. ഓക്കെ, ജസ്റ്റിസ് അല്ലേ എവിടെ പോയി? കാണുന്നില്ലല്ലോ. ഓക്കെ ഓക്കെ, പ്രസന്റ് ടൈപ്പ് ചെയ്ത ഒരു പ്രാവശ്യം മാത്രം. ജസ്റ്റിസിൽ ഇങ്ങനെ സ്റ്റൈലാക്കിയിട്ടാണല്ലോ പ്രസന്റ് ടൈപ്പ് ചെയ്യുന്നേ. സാറ് കണ്ടില്ല അത്. ഒരു പ്രാവശ്യം മാത്രം ടൈപ്പ് ചെയ്തേ. ജോയലും ജസ്റ്റിസ് ഇവർക്കാന്ന് പറഞ്ഞാൽ പിന്നെയും മനസ്സിലാവാത്തത്. അവര് പിന്നെ എന്ത് ചെയ്യും? ഒരു 10 പ്രാവശ്യം പ്രസന്റ് ടൈപ്പ് ചെയ്യും. ഇല്ല, അത് പണ്ടാണ്, ഞാനിപ്പോ ചെയ്യാറില്ല അല്ലേ? അവർക്ക് പ്രസന്റ് ടൈപ്പ് ചെയ്താലും സംശയമാണ്, ഞാൻ പ്രസന്റ് ആയില്ലേ. ഡൗട്ട് ഉള്ളവരാണ് വീണ്ടും വീണ്ടും അയക്കല്. അപ്പൊ ഒരു പ്രാവശ്യം മാത്രം ഒന്ന് പ്രസന്റ് ടൈപ്പ് ചെയ്തേ വേഗം. ടെക്സ്റ്റ് ബുക്ക് എടുത്തേ. ക്വസ്റ്റ്യന്റെ ഒരു മോഡൽ പറഞ്ഞുതരാം. ക്വസ്റ്റ്യന്റെ ഒരു മോഡൽ വേണ്ടേ? ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോ ഇതെന്താ മിസ്സേ എന്ന് വെച്ചിട്ട് ഇങ്ങനെ നിൽക്കാൻ പറ്റുമോ? അപ്പൊ മിസ് അതിന്റെ മോഡൽ ഫസ്റ്റ് ചാപ്റ്റർ തൊട്ട് എത്ര ചാപ്റ്റർ ഉണ്ട്? 6th 6 ചാപ്റ്റർ. ഫസ്റ്റ് ചാപ്റ്റർ മുതല് 6ാമത്തെ ചാപ്റ്റർ വരെയാണ് ഹിന്ദിയുടെ എക്സാം നടക്കുക. മനസ്സിലായോ? ഓ, എന്താണ്? ഫിഫ്ത് ചാപ്റ്ററിന്റെ നോട്ട് വന്നു. ഫസ്റ്റ് ചാപ്റ്റർ ഫസ്റ്റ് അല്ല മിസ്സേ, ഫിഫ്ത്തിന്റെ നോട്ട്. ദോഹ എഴുതാനുണ്ടാവില്ല. അതല്ല മിസ്സേ, നോട്ട് തന്നു. ക്വസ്റ്റ്യൻ ആൻസർ എഴുതിയില്ലേ മിസ്? അന്ന് നോട്ട്ബുക്കിൽ എഴുതിട്ട് അയച്ചു തന്നില്ലേ? ഇല്ല മിസ്സേ, അയച്ചില്ല. നോ മിസ്, തന്നില്ല. മിസ് പിന്നെ 6ാമത്തെ പാഠത്തിന്റെ തന്നില്ലേ മിസ്? മാർക്ക് ചെയ്തിട്ട് അയച്ചു തരാന്ന് പറഞ്ഞായിരുന്നു. 6 എന്താണ്? 5ഉം 6ഉം മിസ് മാർക്ക് ചെയ്തിട്ട് അയച്ചു തരാന്ന് പറഞ്ഞായിരുന്നു. മാർക്ക് അയച്ചില്ല. ഓഹോ, എങ്ങനെ മിസ് ഫോട്ടോ അയച്ചു തന്നു, മാർക്ക് ചെയ്തില്ല. മാർക്ക് അയച്ചില്ല എന്നാണോ? ഒരു കാര്യം ചെയ്തോ, ഇപ്പൊ അവിടെ എഴുതി വെച്ചേ. ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം അതിന്റെ ആൻസർ. സിമ്പിൾ ആണ്, വേഗം എഴുതിക്കോ. അതിന്റെ ഒരു മോഡൽ, എക്സാമിന്റെ മോഡൽ ഒന്ന് പറയാന്ന് വെച്ചിട്ടാണ്. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. എല്ലാവരും വീഡിയോ ഓൺ ചെയ്തിന്റെ ക്ലാസ്സിലിരിക്കേ. ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ അവിടെ എഴുതി വെച്ചോ. വാണി അൻമോൾ രത്ന ഹെ. വാണി അൻമോൾ രത്ന ഹെ. എന്താണ്?
ഒരു കാര്യം ചെയ്യാം, ഞാൻ ക്ലാസ് കഴിഞ്ഞ ഉടനെ തന്നെ അയച്ചുതരാം കേട്ടോ. ഒന്നാമത്തെ ആൻസർ വാണി അൻമോൾ രത്ന. നിങ്ങൾ ക്വസ്റ്റ്യനും അതിന്റെ ആൻസർ നിങ്ങൾ എഴുതണം. ക്വസ്റ്റ്യൻ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് എഴുതുക. എന്താണ് അതിന്റെ ആൻസർ അത്രയല്ലേ ഉള്ളൂ? ആ, വാണി അൻമോൾ രത്ന ഹേ വരെ ഉള്ളൂ. രണ്ടാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ സാധു की पहचान कैसी होती है? ज्ञान से होती है. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? जिस दोहे में निंदक का महत्व बताया है वह दोहा अर्थ सहित लिखो. അത് മൂന്നാമത്തെ ദോഹ എടുത്ത് എഴുതുക. അത് നാലാമത്തെ ദോഹ നിന്ദക് നിയർ രാഖിയെ ആംഗൻ കുടി ചവായ്. നെക്സ്റ്റ് ബിൻ പാനി സാബുൻ ബിന. അയച്ചു തരാം. അത് നിങ്ങളത് ആരെങ്കിലും ഒരാൾ ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ ഓർമ്മിച്ച് അയച്ചു തരാമായിരുന്നു. സാബുൻ ബിന നിർമ്മൽ കരേ സഭായ്. അപ്പൊ ഇതിന്റെ ഈ 4 എണ്ണല്ലേ, അത് ഞാൻ അയച്ചു തരാം കേട്ടോ. ക്ലാസ് കഴിഞ്ഞ ഉടനെ അയച്ചിട്ട് നിങ്ങളത് എന്താ ഫ്രസേ? ഞാൻ എഴുതിയിട്ടുണ്ട്. എഴുതിയിട്ടുണ്ട്. ടീച്ചർ അന്നേരം പറഞ്ഞേരം യൂട്യൂബിൽ വെച്ചിട്ട് എഴുതിയിട്ടുണ്ടല്ലേ? ഓക്കെ. ഒന്നാമത്തെ ഉത്തരം പറയോ? ആ, എങ്ങനെ? ഒന്നാമത്തതിന്റെ ഉത്തരം പറയോ? ഫസ്റ്റിന്റെ വാണി അൻമോൾ രത്ന ഹെ. മിസ് ഇപ്പൊ ഗ്രൂപ്പിൽ അയച്ചുതരാം ക്ലാസ് കഴിഞ്ഞുടനെ. ആ, ഞാൻ ഒന്നുകൂടി അയച്ചുതരാം, ചെക്ക് ചെയ്യണേ ആ ഫ്രസേ. ഇതില് കഴിഞ്ഞ ക്ലാസ്സില് ഇന്നലെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടോ? ലീവ് എടുത്തവര്? ഇന്നലെ ഏതെങ്കിലും ക്ലാസ് ലീവ് ആയവരാരെങ്കിലും ഉണ്ടോ? ലെറ്റർ ആയത് ടീച്ചേഴ്സിനോട് വിവരം പറയാതെ ക്ലാസ്സിൽ കയറിയിരിക്കുന്നവർ ആരെങ്കിലും ഉണ്ടോ? എല്ലാവരും ലീവ് ലെറ്റർ കൊടുത്തിട്ടുണ്ട്. ക്ലാസ് എടുക്കുന്നതിനിടയിൽ തൂക്കിയെടുത്ത് പുറത്തേക്ക് വേണ്ട. എല്ലാരും ഓക്കെ ആണല്ലേ? ഇതിലേ മിസ് പറഞ്ഞത് ഓർഡർ അനുസരിച്ച് നിങ്ങളെ റഫായിട്ട് എഴുതി വെച്ചോ. മിസ് ഒരു മോഡല് ക്വസ്റ്റ്യൻ ഒരു മോഡൽ പറഞ്ഞുതരാം, എങ്ങനെയാണ് അതിന്റെ ഓർഡർ ആയിട്ട് വരിക എന്നുള്ളത്. നിങ്ങൾ റഫായിട്ട് എവിടെയെങ്കിലും ഒരു പേപ്പറിൽ എഴുതി വെച്ചോ ഓരോ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ക്രമത്തിൽ വരിക. കാരണം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ ഡൗട്ട് അടിക്കാതിരിക്കാനാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫസ്റ്റ് നിങ്ങൾക്ക് ഉണ്ടാകുന്ന ക്വസ്റ്റ്യൻ എന്താണെന്ന് അറിയോ? ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്ത്? ഉചിത് വികൽപ്പ് ചുൻകർ സഹി ഉത്തർ ലിഖോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ലാസ്റ്റ് പാഠത്തിന് അങ്ങോട്ട് മുന്നോട്ട് നോക്കിക്കോ. ഉചിത് വികൽപ്പ് ചുൻകർ സഹി ഉത്തർ ലിഖോ എന്നാണ് ക്വസ്റ്റ്യൻ ഉണ്ടാവുക. എന്താ അതിന്റെ അർത്ഥം? ബ്രാക്കറ്റില് 3 ആൻസർ കൊടുക്കും. ആ 3 ആൻസറിന് കറക്റ്റ് ആയ ആൻസർ എടുത്ത് എഴുതണം. നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ സെലക്ട് ചെയ്യാനാ ഉണ്ടാവുക, ടിക്ക് ഇടാനാ ഉണ്ടാവുക. നിങ്ങൾ എക്സാമിന് എന്ത് ചെയ്യണം? സെലക്ട് ചെയ്ത് എഴുതണം. പേജ് നമ്പർ 21 എടുത്ത് നോക്കിയേ. 21, 20 and 21. അതിൽ കണ്ടോ ആ മോഡല്? 20 and 21. ഉചിത വികൽപ്പ് ചുൻകർ സഹീക ചിഹ്ന ലഗാവോ. ഇവിടെ ക്വസ്റ്റ്യനിൽ ഉണ്ടാവില്ല സഹീക ഉത്തർ ലിഖോ എന്നാണ്. ഏതെങ്കിലും അതായത് കറക്റ്റ് ആയ ക്വസ്റ്റ്യന്റെ കറക്റ്റ് ആൻസർ സെലക്ട് ചെയ്യണം എന്നാണ് അതിന്റെ ആൻസർ എഴുതേണ്ടത് കേട്ടോ. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആ മോഡലാണ് ഉണ്ടാവുക. പറഞ്ഞാൽ മനസ്സിലായോ? നിങ്ങൾ മാർക്ക് ചെയ്യുന്നുണ്ടോ? അപ്പൊ അതിൽ മാത്രല്ല വേറെ പേജിലും ഉണ്ടാവും, വേറെ പാഠഭാഗത്തിലും അതുപോലെയുള്ള വർക്കുകൾ ഉണ്ടാവും. അപ്പൊ എല്ലാം പഠിക്കാം. എല്ലാ പാഠഭാഗത്തിലെയും ഉചിത വികൽപ്പ് പേജ് നമ്പർ 14 14
അത് നിങ്ങൾ റഫായിട്ട് എഴുതി വെക്ക്. ഉചിത വികൽപ ചുൻകർ ഉത്തർ ലിഖോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ അതൊരു 5 എണ്ണം എഴുതാനുണ്ടാവും. 14ലും പേജ് നമ്പർ 20, 21ലും. വേറെ ഉണ്ടോ? വേറെ ഇല്ല അല്ലെ? ആറാമത്തെ പാഠത്തിലും ഇല്ല, വേറെ ഇല്ല. എങ്ങനെ? ആ അപ്പൊ ആ രണ്ടിലത്തെയും ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആ രണ്ടിൽ നിന്നാണ് 5 എണ്ണം വരിക. എവിടെയെങ്കിലും റഫായിട്ട് എഴുതി വെക്കുന്നുണ്ടോ? ഉചിത വികൽപ ചുൻകർ ഉത്തർ ലിഖോ. സെക്കൻഡ് ക്വസ്റ്റ്യൻ നിങ്ങളുടെ വേർഡ് മീനിങ്. അത് നിങ്ങൾക്ക് എപ്പോഴും ഡൗട്ട് ആണ് അല്ലെ? വേർഡ് മീനിങ് ശബ്ദാർത്ഥ ലിഖോ എന്നാണ് ഉണ്ടാവുക. ശബ്ദാർത്ഥ ലിഖോ എന്ന് പറഞ്ഞാൽ ഹിന്ദി മീനിങ് 5 എണ്ണം, അതായത് ഹിന്ദി തരും 5 എണ്ണം. ആ 5 എണ്ണത്തിന് ഇംഗ്ലീഷ് മീനിങ് ആണ് നിങ്ങൾ എഴുതേണ്ടത്. ഫസ്റ്റ് ചാപ്റ്റർ തൊട്ട് 6ാമത്തെ ചാപ്റ്റർ വരെ ഉള്ളത് വേർഡ് മീനിങ് എല്ലാം നിങ്ങൾ പഠിക്കുക. അതിലൊരു 5 എണ്ണം നിങ്ങൾക്ക് വരും. 2.5 മാർക്കാണ് ഉണ്ടാവുക, ഒന്നിന് 1/2 മാർക്ക് വെച്ച്. ഇംഗ്ലീഷ് മീനിങ് സ്പെല്ലിംഗ് ഒന്നും തെറ്റാതെ തന്നെ എഴുതണം. മീനിങ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അതാണ്, എന്ത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടാവരുത്. അപ്പൊ എന്താണ് മോനെ എക്സാമിന് എത്ര ലെസൺ? എക്സാം എത്ര ലെസൺ എക്സാമിന് ഉണ്ടാവില്ല? ഫസ്റ്റ് ചാപ്റ്റർ മുതൽ 6ാമത്തെ ചാപ്റ്റർ വരെ 6 എണ്ണം വരും. ഇനി ഡൗട്ട് അടിക്കില്ലേ? ഫസ്റ്റ് ചാപ്റ്റർ തൊട്ട് 6ാമത്തെ ചാപ്റ്റർ വരെ. അപ്പൊ സെക്കൻഡ് ക്വസ്റ്റ്യൻ വേർഡ് മീനിങ് ആണെന്ന് ഓർമ്മിക്കണം. ശബ്ദാർത്ഥ ലിഖോ ആണ്, റഫായിട്ട് എഴുതി വെച്ചോ. തേർഡ് ക്വസ്റ്റ്യൻ വിലോമ ശബ്ദ. വിലോമ ശബ്ദ ലിഖോ എന്നുണ്ടാവും. എന്താണ് വിലോമ ശബ്ദ ലിഖോ എന്ന് പറഞ്ഞാലേ? ഓപ്പോസിറ്റ് വേർഡ്സ്. ഓപ്പോസിറ്റ് വേർഡ്സ് നിങ്ങളെ വേർഡ് മീനിങ്ങിന്റെ അടുത്ത് തന്നെ ഉണ്ടാവണമെന്നില്ല. പേജ് നമ്പർ 26 എടുത്തേ. പേജ് നമ്പർ 26 അതില് ഭാഷാ കി ബാത്ത് നിലയിൽ കണ്ടോ വിലോമ ശബ്ദ? പേജ് നമ്പർ 26 അതുപോലെ തന്നെ 24 24, 26. പിന്നെ അതുപോലെ അങ്ങനെ എല്ലാ പാഠഭാഗത്തിലും വിലോമ ശബ്ദം എവിടെയൊക്കെ ഉണ്ടോ അതെല്ലാം നോക്കി പഠിക്കുക. അത് വേർഡ് മീനിങ്ങിന്റെ കോളത്തിൽ തന്നെ വേണം എന്നില്ല. അപ്പൊ ശ്രദ്ധിച്ച് ചെയ്യണം കേട്ടോ. ഓരോ പാഠഭാഗം എടുക്കും, അതിൽ വേർഡ് മീനിങ്ങൾ പഠിക്കുക. അപ്പൊ തേർഡ് ക്വസ്റ്റ്യൻ എന്താണ്? വിലോമ ശബ്ദ ലിഖോ. അതും ഒരു 5 എണ്ണം ഉണ്ടാവുക, 2.5 മാർക്ക്, ഒന്നിന് 1/2 മാർക്ക് വെച്ച്. ഇനി അപ്പൊ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് 3 ക്വസ്റ്റ്യന്റെ ക്രമം മോഡൽ മനസ്സിലായോ? ഇനി അതിന്റെ മീനിങ് മിസ്സിന് ക്വസ്റ്റ്യൻ തരുമ്പോ പറഞ്ഞില്ല, അതുകൊണ്ടാണ് മിസ് ഇപ്പൊ പറഞ്ഞിരുന്നത്. ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ സമാനാർത്ഥി ശബ്ദ ലിഖോ. സമാനാർത്ഥി ശബ്ദ ലിഖോ എന്താ? പര്യായ പദം എഴുതണം. ആ പര്യായ പദം എഴുതേണ്ട മോഡലും കൂടി മിസ് പറയുന്നുണ്ട്. പര്യായ പദം എഴുതുമ്പോ ഏത് വേർഡിന്റെ പര്യായ പദമാണോ എഴുതുന്നത് 2 എണ്ണാണ് എഴുതേണ്ടത്. 2 എണ്ണം എഴുതിയാലേ 1 മാർക്ക് കിട്ടുള്ളൂ. ഒന്നിന് 1 മാർക്കാണ്. ഒരു വേർഡിന്റെ പര്യായ പദം 2 എണ്ണം എഴുതിയാൽ 1 മാർക്ക്. ഇനി നിങ്ങൾ 1 എഴുതിയില്ലോ മിസ് എത്ര മാർക്കേ തരുള്ളൂ? 1/2 മാർക്ക്. അപ്പൊ പര്യായ പദം എപ്പോഴും 2 എണ്ണം എഴുതാൻ റെഡി ആവണം. പര്യായ പദങ്ങൾ നിങ്ങൾക്ക് അറിയാലോ, ടെക്സ്റ്റ് ബുക്കിൽ 1 മുതൽ 6 വരെയുള്ള പാഠഭാഗത്തിലെ പര്യായങ്ങളൊക്കെ പഠിക്കുക. ഇനി ഫിഫ്ത് ക്വസ്റ്റ്യൻ അയൽ. വൈ ആർ യു ലേറ്റ്? മിസ് ഇപ്പൊ പറഞ്ഞ വല്ലതും കിട്ടിയോ? ക്വസ്റ്റ്യന്റെ മോഡലാ പറയുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഉചിത വികൽപ ചുൻകർ സഹി ഉത്തർ ലിഖോ. ബ്രാക്കറ്റിൽ ആൻസർ സെലക്ട് ചെയ്യാൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ വേർഡ് മീനിങ്. തേർഡ് ക്വസ്റ്റ്യൻ വിലോമ ശബ്ദ്. ഫോർത്ത് ക്വസ്റ്റ്യൻ സമാനാർത്ഥി ശബ്ദ്. നീ ഒന്നുകൂടി യൂട്യൂബ് ക്ലാസ് കാണണേനത്തെ, അപ്പൊ പറഞ്ഞതെല്ലാം മനസ്സിലാവും ഏത് പേജിലുണ്ടെന്നൊക്കെ. സമാനാർത്ഥി ശബ്ദം എഴുതുമ്പോൾ ശ്രദ്ധിക്കണം, ഒരു വേർഡിന് 2 പര്യായ പദങ്ങൾ എഴുതിയാൽ മാത്രമേ 1 മാർക്ക് കിട്ടുള്ളൂ. 5 എണ്ണം ഉണ്ടാവും 5 മാർക്കിന്. ഫിഫ്ത് ക്വസ്റ്റ്യൻ മുഹാവരേക്ക അർത്ഥ ലിഖോ. മുഹാവര തരും ഒരു 2 എണ്ണം. നിങ്ങൾ കുറെ മുഹാവര പഠിച്ചിട്ടുണ്ട് അല്ലെ? ശൈലികള്. ആ ശൈലി, ഹിന്ദിയിലെ ശൈലി പ്രയോഗങ്ങള്, അതിന്റെ ശരിയായ മീനിങ് എന്താണെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. വേർഡ് മീനിങ്ങിന്റെ താഴെ, എല്ലാ വേർഡ് മീനിങ്ങിന്റെ താഴെ ഉണ്ട്. പേജ് നമ്പർ 31 സമാനാർത്ഥി ശബ്ദം. കണ്ടോ? അല്ല സോറി, സമാനാർത്ഥി അല്ല, മുഹാവരെ. 31 പിന്നെ ഏതാണ് പേജ്? മുഹാവരേക്ക അർത്ഥ ലിഖോ എന്നാണ്.
മുഹാവര എവിടെയും കാണുന്നുണ്ടോ? എവിടെയില്ലേ? പേജ് നമ്പർ 13 പേജ് നമ്പർ 13 പീഡ് ദബ് ദവാന ഗദ് ഗദ് ഹോന ഫൂട്ട് ഫൂട്ട് കർ രോന. കണ്ടോ? പേജ് നമ്പർ 13 ഭാഗ്യം തന്നെ നിങ്ങൾക്ക് അതേ ഉള്ളൂ. ആ 3 ഏതെങ്കിലും 2 ഉണ്ടാവും കേട്ടാ. ആ 3 പഠിച്ചോ? മിസ് ഒന്നുകൂടി പേജ് നമ്പർ പറയോ? മിസ്സിനെ കാണാമോ നിങ്ങൾക്ക്? ആ മിസ്സേ.